എടാ മോനെ, അപ്പോൾ നമ്മൾ ഡേ 8 ഓഫ് ബിഗിനേഴ്സ് ചാലഞ്ചിക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഡേ 8ലേക്ക് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ബോറിംഗ് ക്ലാസ്സസ് ഇവിടെ നിൽക്കുകയാണ്. അതായത് നിങ്ങളെ ഗ്രാമർ ക്ലാസ്സസ് ഇന്നത്തോടു കൂടി എൻഡ് ചെയ്യും. ഇനിയുള്ളതൊക്കെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ക്ലാസ്സും കൂടി ഉണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് വേറൊരു ഡേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും നമ്മുടെ ഗ്രാമറും കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആയി തുടങ്ങി. അതായത് കുറേ എണ്ണം ഒരുമിച്ച് പഠിക്കുമ്പോൾ അതാണ് ഇതാണെന്നൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇന്നത്തെ കൂടി ഗ്രാമർ ക്ലാസ് നമ്മൾ എടുത്തിട്ട് നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ആക്കി തരാൻ പോണ്. അവിടുന്ന് ഒരു 21 ഡേയ്സ് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്ത സാധനം എങ്ങനെ നമ്മളെ കമ്മ്യൂണിറ്റി വരുമ്പോൾ സംസാരിക്കുമ്പോൾ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂം, യു വുഡ് ബി സൂപ്പർ ഗുഡ് അറ്റ് സ്പീക്കിംഗ്. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡിലേ, ഫ്ലഫ്, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേ 1 നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു, റുട്ടീൻസ്, ഫാക്ട്സ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പഠിച്ചു. ഇതൊക്കെ പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇതിനി അപ്ലൈ ചെയ്യാനുള്ളത് നാളെയാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അതായത് മുന്നേ നടന്നൊരു കാര്യം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ആൻഡ് സിമ്പിൾ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാര്യങ്ങൾ സമയം ഉണ്ടാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട്, സമയത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ ഭയങ്കര അനോയിങ് ആയിരിക്കും ഈ കണ്ട് പഠിച്ചവർക്ക്. സോ ഡേ 8ലേക്ക് പോകുമ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 6th ടെൻസായിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, നമ്മളെ ലാസ്റ്റ് ടെൻസ്. ഇതെന്തിനാണെന്നുള്ളത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ടെൻസാണ്. കാരണം ഇതിൽ സബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലൊക്കെ ആകുമ്പോൾ വേറെ സാധനങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഒറ്റൊരു സാധനമുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഈസിയാണ്. ആൻഡ് ഈ പേര് പറയുന്ന പോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അതായത് വരാനിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന, നടക്കാൻ പോകുന്ന, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. ഫോർ എക്സാമ്പിൾ അവിടെയാണ് ഇത് യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ കളഞ്ഞേക്ക്, ഇത് ChatGPT മണ്ടൻ കൊണ്ടെന്ന് വെച്ചൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ സ്കൂളിൽ പോകും, ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം. ഞാൻ നാളെ ഓഫീസിൽ പോകും, ഞാൻ നാളെ സ്കൂളിൽ പോകും, നമ്മൾ വൈകിട്ട് മീറ്റ് ചെയ്യും, നമുക്ക് വൈകിട്ട് കാണാം, നമ്മൾ വൈകിട്ട് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ വീക്കെൻഡിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യമല്ലേ. ഞാൻ നാളെ ജിമ്മിൽ പോകും, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യമല്ലേ. ആൻഡ് ഞാൻ നിനക്ക് നാളെ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇതിൽ മലയാളത്തിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, കാരണം ChatGPT തന്നതാണ്, ക്ഷമിക്കുക. പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. നമുക്കത് ഈ വീക്കെൻഡിൽ ഡിസ്കസ് ചെയ്യാം. അതൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ. അപ്പം അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന എന്ത് കാര്യങ്ങളും ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം കുറച്ച് നല്ല എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് നിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇന്ന് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അവിടെ വരും, അവരിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട എവിടെ നിന്ന് മനസ്സിലായി. ആ സ്ട്രക്ചർ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രക്ചർ വളരെ മൈക്കുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് സ്ട്രക്ചർ അറിയാം. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതെന്താണെന്ന് ഞാൻ പിന്നെയും പോയി പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് മടുപ്പാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, ഓക്സിലറി എന്ന് പറഞ്ഞാൽ ആ ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ, അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ആ ടെൻസിനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രവൃത്തി, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവൃത്തി എന്തിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ മേലല്ലേ പ്രവൃത്തി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫുട്ബോളാണ് അവിടെ ഒബ്ജക്റ്റ്. ആൻഡ് ഫൈനലി ടൈം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. സബ്ജക്റ്റ് സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഡു യൂസ് ചെയ്യുക, ഡസ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഡു യൂസ് ചെയ്യുക. ആൻഡ് വേർബ് V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം. ഫോർ എക്സാമ്പിൾ, അത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറലാണ്, അതെങ്ങനെ വന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി ചോദിക്കരുത്. സോ പ്ലൂറൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡു യൂസ് ചെയ്തു, ആൻഡ് V1 ഒബ്ജക്റ്റ് ടൈം. സോ ഇങ്ങനെ കിട്ടും, ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ആൻഡ് സബ്ജക്റ്റ് സിംഗുലാർ, ഹി വന്നപ്പോൾ സിംഗുലറായി, അപ്പോൾ ഡസ് യൂസ് ചെയ്യുക. ആൻഡ് ബാക്കിയൊക്കെ സെയിം തന്നെ, ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ ഈ സെയിം സാധനത്തിൽ ഒരു ചെറിയ ട്യൂക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കിട്ടും. അതായത് ഈ ഡൂവിനും ഡസിനും പകരം വില്ല് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ ഡൂവിനും ഡസിനും പകരം സിംഗുലാർ ആയാലും
പ്ലൂറൽ ആയാലും ഒക്കെ വില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കിട്ടും. ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം. അതായത് ഇതാണ് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ, കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ, അതായത് ഇവിടെ പറഞ്ഞ സെയിം സ്ട്രക്ചർ. അതിൽ ഓക്സിലറിയുടെ സ്ഥാനത്ത് വില്ല് വന്നു കഴിഞ്ഞാൽ വേർബ് എന്ന് പറയുന്നത് V1, അതായത് സബ്ജക്റ്റ് സിംഗുലാർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഓക്സിലറി വില്ല് തന്നെ ആയിരിക്കും. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സബ്ജക്റ്റ് സിംഗുലാർ ആയാലും പ്ലൂറൽ ആയാലും ഓക്സിലറി വില്ല് തന്നെ വരും. ആൻഡ് വേർബിൻ്റെ സ്ഥാനത്ത് V1, നമ്മളെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വന്ന പോലെ V1 വരുന്നു, ഒബ്ജക്റ്റ് ടൈം. പൂം, നിങ്ങൾക്ക് എന്ത് കിട്ടി? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചറിൽ പറയാൻ പോകുന്ന സാധനം എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു. ആൻഡ് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾ, ഐ വിൽ കോൾ യു ടുമോറോ, അതായത് ഞാൻ നിന്നെ രാത്രി വിളിക്കും, നിന്നെ ഞാൻ ഇന്ന് രാത്രി വിളിക്കും. ടു നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഡേ നൈറ്റ് എന്നാണ്. ടു നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഡേ നൈറ്റ്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ നിന്നെ വിളിക്കും എന്നുള്ളത് എങ്ങനെയാണ്? ഐ വിൽ കോൾ യു ടു നൈറ്റ്, ഞാൻ ഇന്ന് നിന്നെ രാത്രി വിളിക്കും. എങ്ങനെ കിട്ടി? സബ്ജക്റ്റ് പ്ലൂറലാണ്, അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായാലും സിംഗുലാർ ആയാലും ഒക്കെ വില്ല് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായി സിംഗുലാറായി വില്ല് തന്നെ യൂസ് ചെയ്യുക, അതിൻ്റെ കൂടെ V1 യൂസ് ചെയ്യുക. ആൻഡ് ഒബ്ജക്റ്റ് ടൈം, പൂം, കഴിഞ്ഞു. ഒബ്ജക്റ്റ് ടൈം കഴിഞ്ഞു. സോ ഐ വിൽ കോൾ യു ടുമോറോ ടു നൈറ്റ്, ഐ വിൽ കോൾ യു ടു നൈറ്റ്, ഹി വിൽ കോൾ യു ടു നൈറ്റ്, അതായത് ഞാൻ ഇന്ന് നിന്നെ രാത്രി വിളിക്കും, അവൻ ഇന്ന് നിന്നെ രാത്രി വിളിക്കും. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്സിലറി റൂൾ എന്ന് പറയുന്നത് നോ വേരിയേഷൻ വെദർ ഇറ്റ്സ് എ സിംഗുലാർ ഓർ പ്ലൂറൽ, അതായത് പ്ലൂറൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും സിംഗുലാർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും ഓക്സിലറിയിലോ സബ്ജക്റ്റിൻ്റെ സ്ട്രക്ചറിലോ ഒന്നും ചേഞ്ച് വരില്ല, എപ്പോഴും വില്ല് തന്നെ യൂസ് ചെയ്യാം. അതായത് സബ്ജക്റ്റ് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ വില്ല് V1 ഒബ്ജക്റ്റ് ടൈം തന്നെ. ആൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിലും വില്ല് V1 ഒബ്ജക്റ്റ് ടൈം, യാതൊരു ചേഞ്ചും ഇല്ല. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ മാറുന്നില്ല. അതായത് അഗെയിൻ ഇതാണ് ബേസിക് സ്ട്രക്ചർ. അതിൽ സിംഗുലാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ല് V1 ഒബ്ജക്റ്റ് ടൈം, ഇവിടെയും സബ്ജക്റ്റ് പ്ലൂറൽ വന്നു കഴിഞ്ഞാലും ഒരു ചേഞ്ചും വരുന്നില്ല, വില്ല് V1 ഒബ്ജക്റ്റ് ടൈം തന്നെയാണ് വരുന്നത്. ഇനി എക്സാമ്പിളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹി വിൽ കോൾ യു ടു നൈറ്റ്, അവൻ നിന്നെ രാത്രി വിളിക്കും. ആൻഡ് അടുത്തത് ഒബ്ജക്റ്റ് ഷീ ആയിക്കഴിഞ്ഞാൽ അത് സിംഗുലാർ തന്നെ, ഷീ വിൽ ഫിനിഷ് ദ വർക്ക് ടുഡേ, അവൾ ഇന്നെന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, മേ ബി രാവിലെ ആയിരിക്കാൻ പറയണത്, ഉച്ചയ്ക്കായിരിക്കാൻ പറയണത്. അപ്പോൾ ഇന്ന് അവൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയാനായിട്ട് ഷീ വിൽ ഫിനിഷ് ദ വർക്ക്. ദാന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം, ഇപ്പോൾ ആ വർക്കിനെ കുറിച്ചിട്ട് എനിക്കും അറിയാം നിനക്കും അറിയാം, മേ ബി ഞാനൊരു എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടാകും, ആ വർക്കിനെ നിനക്കും അറിയുന്നുണ്ടെങ്കിൽ ദാ എന്ന് പറയുമ്പോൾ ആ വർക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദാദി എന്നൊക്കെ പറയും. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ ഷീ വിൽ ഫിനിഷ് ദ വർക്ക് ടുഡേ, ഇന്ന് അവർക്ക് ഫിനിഷ് ചെയ്യും. ഇനി പ്ലൂറിലേക്ക് വരുമ്പോൾ സെയിം സ്ട്രക്ചർ തന്നെ, വില്ലന്നെ യൂസ് ചെയ്യുക, ഒരു മാറ്റവും ഇല്ല, സിമ്പിളാണിത്. ഐ വിൽ കോൾ യു ടു നൈറ്റ്, ഞാൻ നിന്നെ രാത്രി വിളിക്കും. ദേ വിൽ ഫിനിഷ് ദ വർക്ക് ടുമോറോ, അവർ നാളെ ആ വർക്ക് ഫിനിഷ് ചെയ്യും. ഇന്ന് ചെയ്യാൻ പറ്റില്ല, നാളെ ഫിനിഷ് ചെയ്യും. ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു മീനിങ് ഒന്നുമില്ല കേട്ടോ. അതായത് ദേ വിൽ ഫിനിഷ് ദ വർക്ക് ടുമോറോ, അവർ നാളെ ആ വർക്ക് ഫിനിഷ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്, സിമ്പിളാണ്, ഇതിൽ യാതൊരു ഡൗട്ടും വരാനില്ല. ഇനി ആ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നോക്കേണ്ട മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണ്? എങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? അതും വളരെ വളരെ സിമ്പിളാണ്. അത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ മുന്നത്തെ ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൂ. ഇതിലൊരു റോക്കറ്റ് സയൻസും ഇല്ല. അതായത് ഈ ബേസിക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ് സിംഗുലാർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ വില്ല് V1 ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് സബ്ജക്റ്റ് ഏത് വന്നു കഴിഞ്ഞാലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ വിൽ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്. അപ്പോൾ ഞാൻ ഷനോഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഐ വിൽ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, ഞാൻ ഷനോഷേട്ടൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ആ മെസ്സേജ് ഇന്ന് രാത്രി അയക്കാം, ടു നൈറ്റിൽ അയക്കാം. ഓക്കെ, ഞാൻ ഇന്ന് രാത്രി ആ മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞു. ആ മെസ്സേജ് എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് എന്നൊക്കെ പറയണ പോലെ. സോ ഐ വിൽ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, ഇന്ന് ഞാൻ രാത്രി ആ മെസ്സേജ് അയക്കാം. ആൻഡ് ഇന്ന് രാത്രി ആ മെസ്സേജ് ഞാൻ അയക്കില്ല എന്ന് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഐ വിൽ നോട്ട് സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, ഞാൻ ഇന്ന് രാത്രി ഞാൻ ആ മെസ്സേജ് അയക്കില്ല. ആൻഡ് വില്ലും നോട്ടും ഒരുമിച്ച് അങ്ങോട്ട് എഴുതി കഴിയുന്നത് നമ്മൾ പറയുന്നതാണ് വോണ്ട്. എങ്ങനെ? വോണ്ട്. ഐ വോണ്ട് സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, ഇന്ന് രാത്രി ഞാൻ ആ മെസ്സേജ് അയക്കില്ല. ഇനി അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് മനസ്സിലായി. പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വില്ലിൻ്റെ ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഐ വിൽ നോട്ട് സെൻഡ് ദ മെസ്സേജ്, അതിനെ ചേർത്ത് എഴുതുന്നതാണ് ഐ വോണ്ട് സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഈ വില്ല്, അതായത് ഓക്സിലറിനെ പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിൽ കിട്ടാൽ മതി, സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ കിട്ടാൽ മതി. അപ്പോൾ
വിൽ ഐ സെൻഡ് ദ മെസ്സേജ്. വിൽ ഐ സെൻഡ് ദ മെസ്സേജ് എന്ന് ഒരിക്കലും പറയില്ല. അതായത് ഞാൻ എന്നോട് തന്നെ ചോദിക്കില്ലല്ലോ, ഞാൻ ഇന്ന് ആ മെസ്സേജ് ഇന്ന് രാത്രി ആ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ എന്നോട് ചോദിക്കില്ലല്ലോ. ശരിക്കും വിൽ യു സെൻഡ് ദ മെസ്സേജ്, നീ ആ മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ അവൾ ആ മെസ്സേജ് അയക്കുമോ, വിൽ ഷീ സെൻഡ് ദ മെസ്സേജ്, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ബട്ട് ആസ് യുനോ സേക്ക് ഓഫ് പ്രാക്ടീസ് നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തോ. സോ വിൽ, അപ്പോൾ നിങ്ങളുടെ മൗത്ത് ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആവും. സോ വിൽ ഐ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, വോണ്ട് ഐ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, ഞാൻ അല്ലെങ്കിൽ യു എന്നെ യൂസ് ചെയ്തോ. വിൽ യു സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, നീ ആ മെസ്സേജ് ഇന്ന് രാത്രി അയക്കില്ലേ. വോണ്ട് യു സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, നീ ഇത് അയക്കോ എന്നുള്ള ചോദ്യം. വിൽ യു സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രി ആ മെസ്സേജ് അയക്കോ. ഇനി അയക്കില്ലേ എന്ന് ചോദിക്കാനായിട്ട് വോണ്ട് യു സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, വോണ്ട് യു സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, നീ ഇന്ന് ആ മെസ്സേജ് രാത്രി അയക്കില്ലേ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അത് സെയിം ആണ്. അത് ഇവിടെ ഒരു വ്യത്യാസവും വരുന്നില്ല, കാരണം സിംഗുലാർ വന്നാലും പ്ലൂറൽ വന്നാലും വിൽ തന്നെയാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ഇവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഷീ വിൽ സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ആ മെസ്സേജ് രാത്രി അയക്കും. അവൻ ആ മെസ്സേജ് രാത്രി അയക്കും. ആൻഡ് വില്ലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഹി വോണ്ട് സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, അവൻ ഇന്ന് ആ മെസ്സേജ് അയക്കില്ല. വിൽ ഹി സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, അവൻ ഇന്ന് ആ മെസ്സേജ് അയക്കോ. വോണ്ട് ഹി സെൻഡ് ദ മെസ്സേജ് ടു നൈറ്റ്, അവൻ ഇന്ന് ആ മെസ്സേജ് അയക്കില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ഷീറ്റിലും സെയിം കാര്യങ്ങൾ ആഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ആദ്യം ഹി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഷീ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് സിംഗുലാർ സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റിനും ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിനും. അതായത് ഹീക്ക് ആദ്യം അപ്ലൈ ചെയ്യുക, ഷീക്ക് പിന്നീട് അപ്ലൈ ചെയ്യുക, ഇറ്റിന് അപ്ലൈ ചെയ്യുക, സാമിന് അപ്ലൈ ചെയ്യുക, എവരി വൺ സംബടി എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇമോഷൻ ഇഞ്ചെക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ടെൻസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. നാളെ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യും, അപ്പോൾ എല്ലാതും അവിടെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, അതെങ്ങനെ കോൺവെർസേഷനിൽ കൊണ്ടുവരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം സിംഗുലാറിന് സെറ്റ് ചെയ്യുക, ആൻഡ് പ്ലൂറലിന് സെറ്റ് ചെയ്യുക. പിന്നീട് അതായത് നിങ്ങളുടെ ഓൺ പ്രാക്ടീസ് ഷീറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൗത്തും ബ്രെയിനും കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് 5 പ്രാവശ്യം ഓരോന്നും രാവിലെ എനിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി മെയിൻ പ്രാക്ടീസ് ഷീറ്റ് വരുമ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ കോൺവെർസേഷൻ കൊണ്ടുവരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ടുള്ള ഭയങ്കര ഈസിയാണ്. ഇതുവരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ you have achieved something. So that's it. Bye bye.